പരിശുദ്ധാത്മാവേ നയിക്കണമേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ. ശരിയല്ലേ? ആത്മാവേ നയിക്കണമേ, ആത്മാവേ നയിക്കണമേ. ആത്മാവേ നയിക്കണമേ, ആത്മാവേ നയിക്കണമേ. Come Holy Spirit, come Holy Spirit. Let the anointing of the Lord come down. Praise the Lord, praise the Lord. നമുക്കിരിക്കാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്കാണ് നീങ്ങുന്നത്. എല്ലാവരും നന്നായിട്ട് ഉറങ്ങി കേൾക്കണം. നിങ്ങൾ ഉറങ്ങിയാലും ഇത് നിങ്ങളുടെ ആത്മാവിലേക്ക് തുളച്ചു കയറും. ലാസറേ പുറത്തു വരിക. ലാസർ മനസ്സിലാക്കിയോ? ലാസർ കേട്ടിട്ടാണോ? യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. യുവാവ് മരിച്ച യുവാവ് എഴുന്നേറ്റ് വന്നു. ഈശോ ചോദിക്കുകയാണ്, അവൻ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടാണോ എഴുന്നേറ്റ് വന്നത്? ഇതാണ് സീറോ മലബാർ കുർബാനയിൽ ഒരു ഗാനമുണ്ട്. വചനത്തിൻ്റെ അർത്ഥത്തെ, അർത്ഥവ്യാപ്തിയെ മനസ്സിലാക്കിക്കുന്നൊരു ഗാനമാണ്. മൃദരി ശബ്ദം കേൾപ്പിൽ ജീവൻ നേടും, സ്വർഗം പോകും ചേലിൽ. മൃദരി ശബ്ദം കേൾപ്പിൽ ജീവൻ നേടും, സ്വർഗം പോകും ചേലിൽ. ഇതു നിരസിപ്പോൾ ജീവിപ്പവരും മൃതരായി തീരും. എന്താണ്? ഇതു നിരസിപ്പോൾ ജീവിപ്പവരും മൃതരായി തീരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സുവിശേഷം, ഈശോ പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം മനസ്സിലാക്കണം. ബൈബിള് മുഴുവനും വായിക്കണം, ഒരു പ്രയോജനമില്ല മുഴുവനും വായിച്ചിട്ട്. എന്നുവെച്ച് വായിക്കേണ്ടെന്നല്ല, എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. വളരെ ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പുസ്തകം ഏതാണ്? CCC ശരിയാണ് കേട്ടോ, അങ്ങനെ പറയാം. വേറൊരെണ്ണം ക്രിസ്താനുകരണം. തോമസ് എക്കെംപെനിസ് ഒരു ജർമ്മൻകാരനാണ്. ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്താണ് പുള്ളി ജനിച്ചത്. പക്ഷെ അങ്ങേര് വിശുദ്ധനായില്ല. അങ്ങേരുടെ ഈ പുസ്തകം വായിച്ച അനേകർ വിശുദ്ധരായി. അപ്പം അതിൽ ക്രിസ്താനുകരണത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കാനാണ് പറഞ്ഞത്, മറ്റ് വിശുദ്ധരെ അനുകരിക്കാനല്ല പറഞ്ഞത് ഈശോ. എന്തോ കാരണവശാലും നമ്മളിപ്പോൾ വിശുദ്ധരെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചില പ്രിയപ്പെട്ട ഡിവോഷൻസ് ഉണ്ട്. ചിലവർക്ക് കരുണക്കൊണ്ട, കരുണയുടെ പൊസ്റ്റീന. ചിലവർക്ക് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ.
ഒരു കാലത്ത് മരിയ വാൽതോർത്തയുടെ 10 പുസ്തകങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടന്നു അക്ഷരം പ്രതി വായിക്കാൻ. അന്നേ ഞാൻ പറഞ്ഞു ഇത് സഭയുടെ പ്രബോധനമല്ല. ഇപ്പം ഒഫീഷ്യലായിട്ട് സഭ അത് എഴുതി. എന്നിട്ടും മരിയ വാൽതോർത്തയുടെ പുസ്തകങ്ങളും അതിനെ എന്ത് പറയാനാണ്, പറയുമ്പോൾ വിമർശനമായിപ്പോവും. ഒരിക്കൽ ഒരു സഹോദരി എന്നോട് പറയാണ്, ബ്രദറെ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കും, അല്ലാണ്ട് നിങ്ങൾ ഒരുമിച്ച് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ കട്ടില കിടക്കണേ ഞാനും ഭർത്താവും. ഞാൻ പറഞ്ഞു ഇതെന്ത്, അങ്ങനെയാ ഞങ്ങളെ പഠിപ്പിക്കണേ. അതെവിടെ നിന്ന് പഠിച്ചു? മരിയ വാൽതോർത്തയുടെ പുസ്തകത്തിൽ. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പിരിച്ചു കിടത്തിയേക്കാണ്. എന്തുകൊണ്ടാ? ഇതൊന്നും ശരിയായ പ്രബോധനമല്ല. അപ്പോൾ ഞാൻ കാറ്റഗീസത്തിൽ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ ദൈവം ഒരു കൂദാശയാണ്. കൂദാശ, വിവാഹം എന്നത് ഒരു കൂദാശയാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കൂടെ കിടക്കാനും ആവശ്യമില്ലാത്തപ്പോൾ കൂടെ കിടക്കാനുമല്ല, അതൊരു കൂദാശയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് തെറ്റായ പ്രബോധനങ്ങൾ. ഇതൊക്കെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, എന്താണ് നമ്മുടെ ഉള്ളിൽ ഈ വരദാനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം? നമ്മൾ അറിയാതെ നമ്മുടെ ആ ഹിഡൻ സ്റ്റോറേജിൽ, അതായത് നമ്മുടെ അബോധ മനസ്സിൽ നിരവധി തെറ്റായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താണ് പറഞ്ഞു വന്നത്? രാത്രിയിൽ വന്ന് കള വിതച്ചിട്ട് നടന്നു. എന്താണ് ആ കള? അത് നല്ല ചെടിയെ വരിഞ്ഞ് മുറുക്കി എന്ന ഒരു തരം അവസ്ഥയാണ്. നമ്മളിലുള്ള നന്മയെയും നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ പ്രവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള തെറ്റായ സിദ്ധാന്തങ്ങൾ നമ്മളിൽ കടന്നുകൂടുന്നു. ഉദാഹരണം, ഇപ്പം നമ്മൾ പറഞ്ഞു സ്വർഗം ഒരു ആകാശത്തിന് മീതെ ഒരു സ്ഥലമാണ്. ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർ രക്ഷപ്പെടില്ല കേട്ടോ. അവര് ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാറ്റഗീസത്തിൽ 1030 അവർ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എങ്കിലും അവരിൽ പൂർണ്ണമായ വിശുദ്ധീകരണം നടക്കാൻ വേണ്ടി അവർക്ക് വീണ്ടും വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. അവർ 1030 നമ്മൾ ചിലവരുടെ പ്രാർത്ഥന കേട്ടാൽ അവർ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി. അതാണ് ശുദ്ധീകരണം, സ്ഥലം. അതും ഒരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഈശോ മിശിഹായുടെ വിലതീരാത്ത തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ മരിച്ച ആത്മാക്കളുടെ മേൽ. അപ്പോൾ ഈശോ മിശിഹ അർപ്പിച്ച ബലിയിൽ ഇതിനും കൂടിയുള്ള എല്ലാം ഈശോ മിശിഹ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ
നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇവർ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം. അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കണ്ടെന്ന് പറയുന്നില്ല. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് പ്രാർത്ഥിക്കണേ? ഇനി ഇവര് സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ സ്വന്തം മക്കൾ തന്നെ നരകത്തിലേക്ക് കാല് നീട്ടിയിരിക്കണം. ആർക്ക് വേണ്ടിയാ ഇപ്പൊ പ്രാർത്ഥിക്കണ്ടേ? മമ്മി പള്ളി പോകണമായിട്ടൊന്നും എനിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. എനിക്ക് പള്ളി വേണ്ട, വിശ്വാസം വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും. ഇന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞേക്കളെ അറിയോ, ഇന്ന ആൾ പറഞ്ഞേക്കളെ അറിയോ? ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പേരുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ അപ്പനും അമ്മയൊന്നും പള്ളിയിലേ പോകുന്നില്ല. അവർക്ക് 2 കാറുണ്ട്, 2 ബംഗ്ലാവുണ്ട്. എന്ത് സന്തോഷം അവരുടെ ജീവിതം. എന്തിനീ പള്ളി പോയിട്ട്? അവർക്ക് 2 കാറുണ്ട്, 2 ബംഗ്ലാവുണ്ട്. ഇഷ്ടമുള്ള ഇവരെവിടെ പോവും പറയും? ഇവരെവിടെ പോകണം? സ്വർഗത്തിൽ പോകണോ? ഇങ്ങനെയാണെങ്കിൽ പോകുമോ? അവർക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കണേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഒരു തീഷ്ണതയുണ്ടോ പറയും? അപ്പൊ നമ്മുടെ ഈ തെറ്റായ ബോധ്യങ്ങൾ കാരണം നമ്മുടെ മക്കൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെ മാരകമായ പാപത്തിൽ തന്നെ കിടക്കുകയാണ്. നമ്മളിപ്പോഴും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഇന്നലെ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്ബായരുടെ എതിർത്തോളൂ പ്രാർത്ഥിച്ചോ. പക്ഷേ ഫാമിലി ട്രീ ഹീലിംഗ് മാസ് എന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയിൽ ഒരു മാസമുണ്ടോ? നമ്മുടെ മിസലിൽ ഓരോ മാസമുണ്ട്, പ്രത്യേക കുർബാനകളുണ്ട്. ഔസപിതാവിൻ്റെ, മാതാവിൻ്റെ, അല്ലെങ്കിൽ സ്വർഗാരോഹണ തിരുനാളിൻ്റെ, അങ്ങനെ ഫാമിലി ട്രീ ഹീലിങ്ങിൻ്റെ മാസ് പുസ്തകത്തിലുണ്ടോ? ഉണ്ടോ? അപ്പം ഇങ്ങനെയുള്ള കുറേ സിദ്ധാന്തങ്ങളിൽ നമ്മളിങ്ങനെ പെട്ടുകിടക്കുകയാണ്. സഭയുടെ പ്രബോധനങ്ങളിൽ ഇതൊന്നുമില്ല. ഒരിക്കൽ ഒരാളിനോട് ചോദിച്ചു, ക്രിസ്ത്യയുടെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ചെയ്യണ്ടേ? അത് ചെയ്യണ്ട. അതെന്താ? ക്രിസ്ത്യനോട് കർത്താവ് പറഞ്ഞു. ക്രിസ്ത്യനോടല്ലേ പറഞ്ഞത്? നിന്നോട് പറഞ്ഞു? ക്രിസ്ത്യന് ഒരു ഗോവേന്ദയിൽ കന്യാസ്ത്രീയായിട്ട് ജീവിക്കണം. നീ 5 മക്കളുള്ള ഒരു അപ്പനാണ്. നിന്നോട് നീ ക്രിസ്ത്യനയുടെ ജീവിതമായിട്ട് ജീവിച്ചാൽ നിന്റെ ജീവിതം ശരിയാവും പറയും. അപ്പൊ ക്രിസ്ത്യനോട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്ത്യനോടോ എല്ലാ വിശുദ്ധരോടോ കർത്താവ് പറഞ്ഞേക്കുന്നത് എല്ലാം നമ്മളോടല്ല, അതിൽ പലതും അവരോട് മാത്രമായിട്ട് പറഞ്ഞേക്കണം. അതിൽ ചിലത് സഭ പൊതുവായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ചിലതുണ്ട്. എല്ലാ വിശുദ്ധരുടെയും, പ്രത്യേകിച്ച് ഈവൻ വേദപാരംഗതന്മാരുടേതായാൽ തന്നെയും അവരോട്, അല്ലെങ്കിൽ അവരോട് കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഡയറി മുഴുവനും സഭ അംഗീകരിച്ചതല്ല. അതിൽ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമേ പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ളൂ. മറ്റുള്ളത് പ്രാഥമികമായിട്ടും ആ വിശുദ്ധയുടെ അല്ലെങ്കിൽ വിശുദ്ധന്റെ ജീവിതത്തിൽ എങ്ങനെ കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന വിളിയും കാരിസവും അനുസരിച്ചുള്ളതാണ്. അങ്ങനെയാണോ? ഞാൻ ഈ ക്രിസ്ത്യയുടെ ഡയറി ബൈബിളുമായി കൊണ്ടു നടക്കാം? ഞാനല്ല, ഇവിടെ ആർക്കും ചിന്തയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിൽ നിന്ന് മാറണം. നമ്മൾ ആരിൽ നോക്കണം? എന്നെ അനുഗമിക്കുക. ഈശോ എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്കുക. അപ്പൊ തോമസ് എ കെമ്പനീസിന്റെ പ്രധാന ഡെവലപ്മെന്റ് വിശുദ്ധരെ അല്ല അനുകരിക്കേണ്ടത്, യേശുവിനെയാണ് അനുകരിക്കേണ്ടത്. അതാണ് എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ക്രിസ്താനുകരണം. ക്രിസ്താനുകരണം അതിൽ തന്നെ അത്. എന്നിട്ട് അത് ഏത് വചനമാണ് അതിൻ്റെ അടിസ്ഥാനം? 8:12 പ്രകാശമാകുന്നു, എന്നെ അനുകരിക്കുന്നവൻ അന്ധകാരത്തിൽ വീഴുകയില്ല.
8:12. 8:12 അവിടെ പോയി. 8:12 യേശു വീണ്ടും അവരോട് പറഞ്ഞു. കേട്ടോ, അതാണ് ചില കാര്യങ്ങൾ യോഹന്നാൻ പറയുമ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു. മിക്കവാറും 3 പ്രാവശ്യം ഒരേ കാര്യം യോഹന്നാൻ്റെ ശൈലി. അതാണ് ശൈലി. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുകരിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ. ഞങ്ങളുള്ളവരെയും ഇപ്പം എന്തോ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ആ വചനത്തിൻ്റെ മാധുര്യവും ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥവും ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ, ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഉയർപ്പിനെ ഈശോ പറയാണ്, ഞാനാകുന്നു പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? പുനരുത്ഥാനം ഒരു വ്യക്തിയാകുന്നു. നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഈശോ പറഞ്ഞത്? ഞാനാകുന്നു പുനരുത്ഥാനം. അങ്ങനെയാണോ? ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്കെല്ലാം മനസ്സിലാവണമെന്നില്ല. അതാണ് ദൈവമേ പൗലോസ് പറയുന്നുണ്ട്, ഇത് നമ്മുടെ മനസ്സിലാക്കലിൽ ഉപരിയാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് ഹ്യൂമൻ പെർസെപ്ഷൻ. എല്ലാം മനസ്സിലാക്കിയിട്ടല്ല. അതാണ് പറഞ്ഞത്. അവന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അവൻ മനസ്സിലായിട്ടാണോ എഴുന്നേറ്റ് വന്നത്? നമ്മൾ മനസ്സിലാക്കാതെ തന്നെ നമ്മുടെ വിശ്വസിക്കുക. എൻ്റെ ജീവനിലേക്ക് എൻ്റെ ആത്മാവ്, എൻ്റെ വചനം കടന്നു വന്നാൽ ആ വചനം മഞ്ഞും മഴയും സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ വീണ് ഭൂമിയെ ഫലപ്രദമാക്കുന്ന പോലെ ഫലപ്രദമാക്കാതെ അത് തിരിച്ചു വരില്ല എന്നാ പറഞ്ഞത്. വചനം തിരിച്ചു വരില്ല. ഓക്കെ, ഇപ്പോഴും എൻ്റെ പോയിന്റിലേക്ക് വരണില്ലല്ലോ കർത്താവ്. പരിശുദ്ധാത്മാവേ നയിക്കണേ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് പറയാനാ വന്നത്. എന്തുകൊണ്ട് നമ്മളിൽ പല വരദാനങ്ങളും മുരടിച്ചു പോകുന്നു? ചിലർ പറഞ്ഞു, ബ്രദർ എനിക്ക് പണ്ട് നല്ല ദർശനവരുണ്ടായിരുന്നു, കളർ ടെലിവിഷനിൽ കാണുന്ന മാതിരി കണ്ടിരുന്നതാ, പക്ഷെ ഇപ്പം അത് പോയി. അതെന്താ? അപ്പം അത് കറക്റ്റ് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം എനിക്ക് കാണുകയാണ്. അവർ ഒരു ശുശ്രൂഷകനെ ആ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് മനസ്സിൽ ഒരു വിരോധത്തോടെ വിമർശിക്കുന്നു. അപ്പോൾ നമ്മളൊരു ശുശ്രൂഷകനെ വിമർശിക്കുമ്പോൾ ഭയങ്കര അപകടമാണ്. ആ ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് അയാളുടെ ജീവിതത്തിലെ വളരെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, അനേകർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നവരാണ്. നമ്മൾ ആ വ്യക്തിയെ വിമർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേദനിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു കാര്യം. മനസ്സിലായി. അത് ഇന്ന ആളെയാണ്. എനിക്കിപ്പോൾ ആളെന്ന് അറിയണ്ട. നിങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് നിങ്ങൾ ഉപസാരിക്കണം. അപ്പം അവർ പറയാണ്, എൻ്റെ ബ്രദറെ എന്നും ക്ഷമിക്കണം, എൻ്റെ സ്വഭാവം എടുത്ത് മറ്റുള്ളവരെ ഇങ്ങനെ ആരെങ്കിലും ശുശ്രൂഷകരെ കണ്ടാൽ അവരുടെ കുറ്റം കണ്ടുപിടിക്കുക, അവരത് ചെയ്യുന്നത് ശരിയല്ല, ഇത് ചെയ്യും. അപ്പോൾ ഇതേ വരുന്നു ഒരു പാട്. എന്ന് വെച്ചാൽ ഇതൊരെണ്ണം പറഞ്ഞപ്പോൾ അവർ പറയാണ്, എൻ്റെ ഒരു സ്വഭാവമാണ് ഈ ശുശ്രൂഷകരെ ഓരോരുത്തരെ കാണുമ്പോൾ അവരുടെ നന്മ കാണാതെ, അവർ ചെയ്യണ നല്ല കാര്യങ്ങൾ കാണാതെ അവരിലുള്ള ചില കുറ്റങ്ങളെ കണ്ടുപിടിച്ച് മറ്റുള്ളവരോടൊക്കെ പറയുകയൊക്കെ ചെയ്യും.
ക്ഷമിക്കണം, നീ അതെല്ലാം പശ്ചാത്തപിച്ച് ഇപ്പം തന്നെ ഒന്ന് കുമ്പസാരിക്കും. ഉടനെ അത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതുടനെ കുമ്പസാരിക്കാൻ പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ പറയാണ്, എൻ്റെ ബ്രദറെ എനിക്കെല്ലാം തിരിച്ചു കിട്ടി, ഞാൻ കളർ ടെലിവിഷൻ കാണുന്ന പോലെ ദർശനം കാണുന്നു. മനസ്സിലായോ? ഇതൊക്കെ പ്രാക്ടിക്കലാണ്. ഓക്കെ, ഇനി അടുത്തത് മനസാക്ഷിയാണ്. ഇപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥനയിലെ വളരെ പ്രധാന ഒരു കാര്യം ഒന്ന്, അപ്പൊ ഇനി ഒന്നും കൂടി ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് വർണ്ണിക്കാം. ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്ന ട്രയാങ്കിൾ നമ്മുടെ ആത്മാവിലാണ്. ത്രിത്വിക ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. ഈ പ്രാർത്ഥന മുഴുവനും നമ്മിൽ വസിക്കുന്ന വ്യക്തിയായ പേഴ്സണൽ ആയ കർത്താവിനോടാണ്, എവിടെയോ ഇരിക്കുന്ന കർത്താവിനോടല്ല. അതാണ് വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആ രഹസ്യം. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണമെന്നല്ല അർത്ഥം. നമ്മളാകുന്ന വ്യക്തിയിൽ ഒരു വ്യക്തിയാകുന്ന പരിശുദ്ധാത്മാവ്, ഒരു വ്യക്തിയാകുന്ന ഈശോ, ഒരു വ്യക്തിയാകുന്ന പിതാവ് വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ വെമ്പൽ കൊള്ളുന്ന ഒരാളാണ്. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. എനിക്കറിയില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് വരണമെന്ന്. അങ്ങനെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു മാച്ച് വേറെ ഒരു ടീമുമായിട്ട്. ആ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ടീം ഒരു ഗോൾ അടിച്ചാൽ ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ തോക്കും. അതിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ ഞാൻ സെൻറ്റർ ഫോർവേഡാണ്. ഞാനൊരു ബോൾ എടുത്തിട്ട്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് കളിക്കണ ഗെയിമല്ലേ, പക്ഷെ അങ്ങനെയാണെങ്കിലും അതിനകത്ത് ഒരു പ്രൊവിഷൻ ഉണ്ട്, നമുക്ക് ഹെഡ് ചെയ്യാം. ബോള് ഹെഡ് ചെയ്യാം, ബോള് ഹെഡ് ചെയ്യാം. ഹെഡ് ബോളല്ല, ഫുട്ബോളാണ്, പക്ഷെ ബോള് ഹെഡ് ചെയ്യാം. എനിക്ക് അതിലൊരു പ്രത്യേക പ്രാവീണ്യമായിരുന്നു. ഞാൻ തലയിലൊരു കെട്ടൊക്കെ കെട്ടി ഒരു ഹീറോ ആയിട്ട് നടക്കാണ്. അവിടെയൊക്കെ പെണ്ണുങ്ങളായിട്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിരിക്കുകയാണ് ഞാൻ സ്കൂളിലെ കാര്യത്തെ. ഞാൻ ഈ ബോള് ഹെഡിലെടുത്തിട്ട് എനിക്ക് തോന്നി ഇതാരെ തൊടിക്കാണ്ട് ഈ ഹെഡ് ചെയ്ത് ബോളാക്കണം. അങ്ങനെ ഞാൻ ഈ ബോള് ഹെഡിലെടുത്ത് ഞാൻ തന്നെ ഓടി, വീണ്ടും ഹെഡിലെടുത്ത് ആ ബോൾ പോസ്റ്റിൽ പോയി അടിച്ചു. ഇതെന്തിനാ പറയണേ? ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ കിടന്ന് എർത്തിൽ കിടന്ന് കളിക്കണ പരിപാടിയല്ല. സ്വർഗത്തിൽ സ്വർഗീയമായ ഒരു ശക്തിയിലാണ് നമ്മുടെ ജീവിതം പോകേണ്ടത്. ഞാൻ പിന്നീടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു കളിയുണ്ടല്ലേ, എല്ലാവരും പറയണത് ഫുട്ബോൾ എന്നാണ്, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹെഡ് ബോളായിട്ട് കളിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ വെറും മണ്ണിൻ്റെ ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വിട്ട് ഒരു ഹെഡിങ് ചെയ്യണം. ഹെഡിങ്. അങ്ങനെ നമ്മളിൽ തന്നെ ഹെഡ് ചെയ്യാനായിട്ട് ഒരു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളിൽ വസിക്കണം. ഇനി എന്താ വേണ്ടേ? ആ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നയിക്കലിലൂടെ വേണം പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മിൽ വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ഡെവലപ്മെന്റ് വ്യക്തിപരമായി. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മിൽ വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. അപ്പൊ അത് പരിശുദ്ധാത്മാവിനെ തന്നെ ആരാധിക്കണം എന്നാണ് നൈസീൻ ക്രീഡോയിൽ പറയുന്നത്. ദൈവവും കർത്താവും ജീവദാതാവുമായ കർത്താവ് പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ മാറ്റമാണ്. പരിശുദ്ധാത്മാവിന് ത്രിത്വൈക ദൈവത്തെ നമ്മൾ അവിടെ ആരാധിക്കുമ്പോൾ ഭയങ്കര ഒരു ഡെവലപ്മെൻ്റാണ് ഉണ്ടാവുന്നത്. അതിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ നമ്മൾ പഠിക്കണം.
നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ആരാധിക്കണേ? പ്രാവും കാറ്റും തീ ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾസാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കറിയുള്ളൂ. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു. 695 നോക്കാം. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും സമനായവനും പിതാവിനും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്ന ത്രിത്വത്തിലെ മൂന്നാമത്തെ ദൈവ വ്യക്തിയാകുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്തിലാണ് ഇതെല്ലാം കിടക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. 683 മുതൽ 685 പറയാണ് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണെന്നും പിതാവിനോടും പുത്രനോടും ഏകസത്തയായ വ്യക്തിയാണെന്നും. മനസ്സിലായോ? പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും മഹത്വീകരിക്കപ്പെടുന്നവനുമാണെന്നും ഏറ്റുപറയുക എന്നതാണ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പൊ ഈ പ്രാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത് ഈ പ്രാവിനെ കണ്ടിട്ടാണ്. ഈ വിമാനം ഇത്രയും വലിയ ഒരു കണ്ടുപിടുത്തം റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ 2 എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ചത് ഈ വിമാനം ഈ പ്രാവിൻ്റെ ചിറകടി കണ്ടിട്ട് പ്രാവ് എങ്ങനെ പറക്കണം നോക്കിയിട്ടാണ്. അപ്പൊ ഈ വിമാനത്തിൽ ഇന്നലെ തിരിച്ചു ചിന്തിക്കുമ്പോൾ ഈ വിമാനം എങ്ങനെ പറക്കണേ? വിമാനത്തിൻ്റെ 2 ചിറകുകളിൽ എഞ്ചിനുണ്ട്. വിമാനത്തിൻ്റെ 2 ചിറകുകളിൽ എന്താണ് തൂങ്ങിക്കിടക്കണേ? എഞ്ചിൻ, ടർബൈൻ. ഈ ടർബൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം അത് ഓടാൻ തുടങ്ങും. പിന്നെ ടർബൈൻ അതിനെ ഓടിക്കും. എന്നിട്ട് അതിൻ്റെ ഈ ചിറകുകളിലെ ചില ഫ്ലാപ്പുകൾ പൊങ്ങയും താഴെയും ചെയ്യുന്നതനുസരിച്ച് വിമാനം ഉയരുന്നു, താഴുന്നു. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവെ വരണമേ എന്ന് പറയുമ്പോൾ ആര് വരുന്നു? ഈ പ്രാവ് ഉടനെ ചിറക് വിടർത്തുന്നു. അപ്പൊ ആരാണ് ഈ പ്രാവിൻ്റെ 2 ചിറക്? പിതാവും പുത്രനും. പിതാവിനും പുത്രനോടും സത്തയിൽ ഒന്നാണ്. പിതാവും പുത്രനോടും സത്തയിൽ ഒന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവെ നമ്മൾ വിളിക്കുമ്പോൾ പിതാവും പുത്രനോടും കൂടെ അല്ലാതെ പരിശുദ്ധാത്മാവിനെ വരാൻ പറ്റില്ല. അപ്പോ ഈ പ്രാവ് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചോ? പരിശുദ്ധാത്മാവെ പോരാ പറഞ്ഞ ഉടനെ ചിറക് വിടർത്തുന്നു, എൻജിൻ സ്റ്റാർട്ടാവുന്നു, പറഞ്ഞു വരും, വിമാനം വരുന്നതായി. എന്താണ് ഈ ചിറകിലുള്ളത്? 2 എൻജിൻ. എന്താണ് ആ എൻജിൻ? പിതാവും പുത്രനും. ഇത് പ്രാവോ തീയോ വെള്ളമോ കാറ്റോ പിന്നെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. അപ്പൊ ആ തീ എന്നുള്ള ചിഹ്നത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് താബോർ താബോറല്ലേ, മറ്റേ മല എന്താ എന്താണ് എലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച മല? കാർമൽ മലയിൽ. ഞാനതിവിടെ പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പൊ കാർമൽ മലയിൽ ആണ്, അവിടെ നിന്നാണ് ഈ പരിശുദ്ധാത്മാവ് അഗ്നി എന്നുള്ള ആ ഒരു ചിഹ്നത്തിന് വളരെ അർത്ഥമുണ്ടാകും. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആ ഷുഗർ ചെക്ക് ഇവിടെ ഉണ്ട്. ഷുഗർ ഡൗൺ ആവാൻ തുടങ്ങി. ഏതായാലും ഭക്ഷണം ഓക്കെ. എന്തെങ്കിലും മധുരമുള്ള ഇച്ചിരി ചായ അതിനകത്ത് ചായ ഉണ്ടായിരുന്നല്ലോ? ഉണ്ടോ? 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 പക്ഷേ ഇതിന് മധുരം കുഴപ്പമില്ല, ഇത്രയും മതി.
ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നത്. അതാണ് ചോക്ലേറ്റ്. വെരി ഗുഡ്, താങ്ക് യു. ഇതൊക്കെ കർത്താവ് കൃത്യസമയത്ത് കൊണ്ടുവരണം. എനിക്ക് കണ്ടിന്യൂസ് ഷുഗർ റീഡ് ചെയ്യാനായിട്ട് സംവിധാനം കർത്താവ് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൗണ്ടർ ഫോയിൽ ഇവിടെ കുത്തിവെച്ചേക്കാണ്. അപ്പോൾ എന്നാലും എനിക്ക് ബോഡിയിൽ മനസ്സിലാവും ഷുഗർ ഡൗൺ ആകുമ്പോൾ ഇതൊക്കെ കർത്താവ് തന്നേക്കണം. അപ്പോൾ ഈ രോഗം എന്തിനാ തന്നേക്കണം? കർത്താവിന് മാറ്റാൻ പറ്റാനിട്ടല്ല. ഈ രോഗമെല്ലാം വെച്ചുകൊണ്ട് നീ സൂക്ഷിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാകുന്നു? സോറി, കാർമൽ മലയിൽ ഏലിയ പ്രവാചകൻ വന്നിട്ട് പറയണം, 400 പ്രവാചകന്മാർ ബാലിനെ ആരാധിക്കണം. എന്നിട്ട് നിങ്ങളെല്ലാം അവന്റെ പുറകെ പോകാം. നിങ്ങൾ ദൈവജനമാണെന്നുള്ളതിന് എന്താ തെളിവ്? അപ്പൊ അവര് വിചാരിക്കണം എന്താ, 400 പേര് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആരാധിക്കാം. ഇയാൾ ഒരു പ്രവാചകൻ, ആര്? ഏലിയ. അപ്പൊ നമ്മളോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ ചിന്തിക്കണത്. പക്ഷേ എസൻസ് എന്താണ്? ആരെയാണ് ആരാധിക്കേണ്ടത്? ആരാണ് യഥാർത്ഥ ദൈവം? ഏലിയ പറഞ്ഞു, ഇന്ന് ഇതിനൊരു തീർപ്പുണ്ടാകണം. നിങ്ങൾ എത്ര നാളിങ്ങനെ 2 വള്ളത്തിൽ കാൽ വെച്ച് നടക്കും? നിങ്ങള് 400 പ്രവാചകന്മാരും ബലിയർപ്പിക്കുക, എന്നാൽ തീ കൊളുത്തരുത്. ഞാനും ബലിയർപ്പിക്കാം, തീ കൊളുത്തില്ല. തീ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ബലി ദഹിപ്പിക്കണം. ആരുടെ ബലി സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ദഹിപ്പിക്കുന്നുവോ അതാണ് യഥാർത്ഥ ദൈവം. ആമേൻ, ആമേൻ, ആമേൻ. ഇസ്രായേൽ ജനം മുഴുവനും സമ്മതിച്ചു. മുഹാഫല, വെല്ലുവിളി. 400 പ്രവാചകന്മാർ, ഞങ്ങൾ 400 പേരുണ്ട്, ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിരുന്ന അവര് ബലിയർപ്പിച്ചു. അവര് കിടന്ന് അവരുടെ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടും തീ ഇറങ്ങി വന്നില്ല. ഏലിയ കളിയാക്കി പറഞ്ഞു. ഇത് ഞാനിവിടെ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഓക്കെ. അത് കഴിഞ്ഞ് ഏലിയ പ്രാർത്ഥിച്ചു, കർത്താവേ ഉത്തരവരളണമേ, ഉത്തരവരളണമേ, ഉത്തരവരളണമേ. അങ്ങ് തന്നെയാണ്, അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് ഈ ജനം മുഴുവനും അറിയുന്നതിനായിട്ട് അങ്ങ് അരുളി ചെയ്തതനുസരിച്ച് അങ്ങ് അഗ്നി അയക്കണമേ. ഒച്ച കൂടിപ്പോയി. അഗ്നി ഇറങ്ങി വന്നു, അഗ്നി ഇറങ്ങി വന്നു. അപ്പോൾ അഗ്നി ഇറങ്ങി വന്നിട്ട് എന്തിനാണ്? ഇവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളെ രൂപാന്തരപ്പെടുത്തും. നമ്മളിൽ പിതാവിനാൽ നടാത്തതെല്ലാം മാറ്റി വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പരിശുദ്ധാത്മാവിന്റെ സ്വയമേവ ഉള്ള ഒരു പ്രവർത്തനം. അപ്പൊ അതിനെങ്ങനെ പറയാം? there is 2 types of sanctification, passive sanctification and active. ആക്റ്റീവ് അല്ലേ? പാസീവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സ്വയമേവയുള്ള പ്രവർത്തനമാണത്. പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചേക്കുന്നത് നമ്മളെ വിശുദ്ധീകരിച്ച് കുട്ടപ്പനാക്കി തിരിച്ചു കൊണ്ടുവരാനാ. ദൈവം അത് ഏൽപ്പിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ. വലിയൊരു തെറ്റായ ബോധ്യം നമ്മളുടെ നാട്ടിലും പലയിടത്തും ഉള്ളത് ഇതാണ്. അത് നമ്മൾ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകൂലേ? ഒരു പ്രവാചകന്റെ കരച്ചിൽ കേട്ടോടെ ഇതൊക്കെ കർത്താവ് കേൾക്കണം. അതവന്റെ പ്രാർത്ഥന എങ്ങനെയാ? അവനാണോ അവളാണോ എന്തോ ആയിക്കോട്ടെ.
അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്വീകരിക്കണം. ഓക്കെ. അപ്പം പലരും പറയാണ്, ബ്രദർ എങ്ങനെ ഇത്തരം അഭിഷേകത്തിൽ നിൽക്കണേ? ഞാൻ 30 വർഷം ബ്രദറിൻ്റെ ധ്യാനം കൂടിയ അതേ അഭിഷേകം ഇപ്പോഴും ഉണ്ട്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? നല്ലൊരു ചോദ്യം അല്ലേ? അതേ പ്രായവും കണ്ടിട്ട് ചെറുപ്പമായി വരണം. ഇപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്നോട് ഒരു എയർപോർട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്ന നേരത്ത് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. ഭാര്യയും ഭർത്താവും അവരപ്പോൾ ഉദ്ദേശിച്ചു നല്ല ചാൻസ് 3 മണിക്കൂർ ബ്രദറിനുമായിട്ട് കൗൺസിലിംഗ് ചെയ്യാം. ഞാൻ ഇത്തിരി നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. വണ്ടിയിലേക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ സമയമുള്ളൂ. സാരമില്ല, പറഞ്ഞോ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടമായി. ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ആത്മസ്ഥിതി എന്താണെന്ന്. അവർ പറയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അഭിഷേകത്തിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ ഒരിക്കലും വിട്ടുപോവില്ല. പരിശുദ്ധാത്മാവ് എന്നെ ഒരിക്കലും വിട്ടുപോവില്ല. ഞാൻ എത്ര തിന്മ ചെയ്താലും പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോകില്ല. എന്ന് അയച്ചിട്ട് തിന്മ ചെയ്യുന്നല്ല. ഞാൻ തിന്മ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പശ്ചാത്തപിപ്പിച്ച് വിശുദ്ധീകരിച്ച് വീണ്ടും അഭിഷേകത്തിലേക്ക് കൊണ്ടുവരും. ക്യുക്കായിട്ട്. അയ്യോ, ഞങ്ങൾ വിചാരിച്ചേക്കണത്, ഞങ്ങൾ പേട്ടേക്കണത്, പല വചനപ്രഘോഷകരും പറഞ്ഞേക്കണത്, നിങ്ങൾ പാപം ചെയ്ത പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുപോകും. ഇത് ഒരാളുടെ സ്വരമാണ്. ആരാണെന്ന് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കിക്കോ. ഞാൻ കേട്ടതാ. എനിക്കങ്ങ് നെഞ്ചിൽ വേദന എടുത്തു, ഭയങ്കര വേദന എടുത്തു. എന്ത് പറയാനാ? അടിസ്ഥാനപരമായ വലിയ ഒരു പാഷാണ്ഡതയാണ്. അത് വിശ്വസിച്ച് നമ്മൾ നടക്കണം. പിന്നെ എങ്ങനെ നമുക്ക് അഭിഷേകം ഉണ്ടാവും? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ തന്നെ പറയണത് എന്താ? യോഹന്നാൻ 14:8 അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം തരണം. ഓക്കെ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വിവരിക്കണത് എന്തുകൊണ്ടാണ് നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ജ്വലിക്കാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇനി മറ്റൊന്നാണ് ഞാൻ പറഞ്ഞു വന്നത്, മനസാക്ഷി. നമ്മളിലുള്ള മനസാക്ഷിയാണ് തെറ്റോ ശരി എന്താണെന്ന് വിവേചിക്കുന്ന ഒരു മെക്കാനിസം. നമ്മളിൽ ഒരു മെക്കാനിസമുണ്ട്. ഇത് ശരിയാണ്, അത് ചെയ്യുക, അത് തെറ്റാണ്, അത് ചെയ്യരുത്. അത് വിവേചിച്ചറിയുന്ന സംവിധാനമാണ് മനസാക്ഷി. ചിലർ പറയും, ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്തു. മനസാക്ഷി അനുസരിച്ച് ചെയ്യണം. പക്ഷെ ഈ മനസാക്ഷിയുടെ ഒരു പ്രത്യേകത എന്താ? എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താണ്? സമയമായോ? ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ്? ഓക്കെ. വളരെ പ്രധാന കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ വിചാരിക്കും ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച്. ശ്രദ്ധിക്കണേ. ഉത്ഭവപാപം മൂലം നമ്മുടെ മനസ്സും ആത്മാവും മനസാക്ഷിയും മലിനമായിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മാമോദിസായിലൂടെ ഈ ഉത്ഭവപാപത്തിൻ്റെ മാരകമായ അവസ്ഥയിൽ നിന്നും നമ്മളെ ദൈവം രക്ഷിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും അതിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടു. അതായത് അവൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിൽ നിന്ന് മാറി ജീവാവസ്ഥയിലേക്ക് വന്നു. എന്നാൽ മറ്റ് ചില മേഖലകളിൽ എന്താ ടെമ്പറൽ എന്നുള്ളൊരു മലയാളം എന്താ? താൽക്കാലികമായ പല മലിനതകളും നമ്മളിൽ വീണ്ടും കിടക്കുന്നുണ്ട്. അതിനെ കോൺക്യൂപ്പിസൻസ് എന്ന് പറയും. പാപത്തിലേക്കുള്ള ചായ്വ്.
എപ്പോഴും ദൈവത്തിനെതിരായി ചിന്തിക്കുക. കോൺകുപ്പസൻസ് 1264 കാറ്റഗിസത്തിൽ അത് പറയുന്നത്. അപ്പോൾ ഇതുമൂലം നമ്മുടെ മനസാക്ഷി തന്നെ ദൈവത്തിനെതിരായ ഒരു പ്രവണതയിലാണ്. ഇത് യുക്തിയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഫീദസ് എ ത്രാസിയോ എന്ന ചാക്രിക ലേഖനം യുക്തിയും വിശ്വാസവും, അതിൽ പറയുന്നത് ഇതാണ്: യുക്തിയും വിശ്വാസവും ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നു, രണ്ടും. എന്നാൽ യുക്തി ഉത്ഭവഭാവം മൂലമുള്ള വ്രണത കൊണ്ട് നിർവീര്യമായിരിക്കുന്ന അവസ്ഥയായകയാൽ യുക്തി വിശ്വാസത്താൽ പ്രകാശിക്കപ്പെടേണ്ടിയിരിക്കുന്നു. യുക്തി ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും പ്രകാശിക്കപ്പെടുന്നില്ലെങ്കിൽ അതാണ് യുക്തിവാദികൾ. ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾ ദൈവമില്ല എന്ന് സ്ഥാപിക്കാം. ദൈവത്തിൽ നിന്ന് വരുന്നതാണ് യുക്തി. പക്ഷെ ആ യുക്തിക്ക് എന്ത് പറ്റിയിരിക്കുന്നു? ആ യുക്തി ഉത്ഭവഭാവത്തിന്റെ മലിനത കലർന്നതുകൊണ്ട് ആ യുക്തിക്ക് ശരിയായി ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് യുക്തിവാദിയിൽ ഉള്ള. അപ്പോ പൗലോസ്ലീഹ ഒരു യുക്തിവാദിയായിരുന്നു. ഇവന്മാരൊക്കെ കൊല്ലണം, ഇവന്മാരൊക്കെ മോശയുടെ നിയമം അനുസരിക്കാതെ ഒരു പുതിയ ആള് യേശു എന്ന് പറഞ്ഞൊരു പ്രവാചകന്റെ പുറകെ നടക്കാൻ, ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അറസ്റ്റ് വാറന്റുമായിട്ട് ഡമാസ്കസിലേക്ക് പോവുകയാണ് ഒരു യുക്തിവാദി. എന്തു പറ്റി? അപ്പോ ഫ്രീ വിൽ, ഇത് വേറൊന്നും. ഫ്രീ വിൽ, നമുക്ക് ഫ്രീ വില്ലില്ലേ? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ. ഫ്രീ വില്ലും ദൈവം സൃഷ്ടിച്ചതാണ്. ആ ദൈവം തന്ന ഫ്രീ വില്ല് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ദൈവത്തിന് അധികാരമുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഫ്രീ വിൽ, യുക്തി, മനസാക്ഷി, ഇത് മൂന്നും ഉത്ഭവഭാവം മൂലമുള്ള മലിനത കൊണ്ട് നമുക്കെതിരായും ദൈവത്തിനെതിരായും ഉള്ള ഒരു പ്രവണതയിലേക്ക് വീഴും. ഇത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണേ, ഭയങ്കര ഒരു ട്രിക്കി സിറ്റുവേഷനാണ്. ഇത് മനസ്സിലാക്കുന്ന മെക്കാനിസം എന്താണ്? മനസാക്ഷിയാണ്. നമ്മളിലുള്ള ഈ തെറ്റും ശരിയും മനസ്സിലാക്കുന്ന മെക്കാനിസം എന്താണ്? മനസാക്ഷിയാണ്. ആ മനസാക്ഷിയിൽ വൈറസ് കയറി കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നില്ല, അത് ശരിയായി പ്രവർത്തിക്കുന്നില്ല. കമ്പ്യൂട്ടറിൽ വൈറസ് കയറി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല. എന്താ പറഞ്ഞേ? ഇല്ല, എല്ലാം ഒന്നല്ല. അതെല്ലാം മനസാക്ഷിയിലൂടെ, മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫ്രീ വില്ല് ഞാൻ അതെല്ലാം ഒന്നിച്ച് പറയുന്നുള്ളൂ, എല്ലാം സെപ്പറേറ്റ് ആണ്. നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങയുടെ ലെറ്റ് ദൈ വിൽ ബി ഡൺ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഫ്രീ വില്ലുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താ? ഫ്രീ വില്ലുണ്ട്, പക്ഷെ ആ ഫ്രീ വില്ലിനെ ഇപ്പോൾ ഇത് ഈ ഉദാഹരണം കേട്ടോ. ശൗൽ ഫ്രീ വില്ലനുസരിച്ച്, യുക്തി അനുസരിച്ച്, മനസാക്ഷി അനുസരിച്ച് ക്രിസ്ത്യാനികളെ കൊല്ലാനുള്ള പുരോഹിത പ്രമാണിമാരുടെ അറസ്റ്റ് വാറന്റുമായിട്ട് ഡമാസ്കസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് യേശുക്രിസ്തുവിന്റെ പ്രകാശം ശൗലിലടിച്ചു. ശൗൽ അവിടെ വീണു. ഒരു വലിയ പ്രകാശം, അതോടൊപ്പം ഒരു ശബ്ദം, ശൗൽ ശൗൽ നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? അങ്ങ് ആരാണ്? ഞാൻ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനെ പീഡിപ്പിച്ചില്ലല്ലോ. അപ്പൊ ആരെ പീഡിപ്പിക്ക? അത് വേറെ. അപ്പൊ അത് കഴിഞ്ഞ് നീ വിഷമിക്കണ്ട, നിന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും, അവിടെ നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അങ്ങനെ അവിടെ ചെന്നു. 3 ദിവസം അദ്ദേഹം അന്ധനായിരുന്നു. അപ്പം ആ 3 ദിവസത്തിൽ ഇയാളുടെ ആന്തരികമായ അന്ധത മാറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡമാസ്കസിൽ, അല്ലെങ്കിൽ അവിടെയുള്ള കർത്താവിൻ്റെ ഒരു ശിഷ്യനായ ഒരു യഹൂദനെ പറയുകയാണ്, അനന്യാസ്, നീ പോയിട്ട് ഇന്ന സ്ഥലത്ത് ശൗൽ എന്ന
ഒരാളുണ്ട്, അവനെ സ്നാനപ്പെടുത്തണം. സൗളിനു, അവൻ നമ്മുടെ സഭയെ പീഡിപ്പിക്കുന്നവനാണല്ലോ, നമ്മുടെ ആൾക്കാരെ പീഡിപ്പിക്കുന്ന അവനോ? അവനെ തന്നെ. അവൻ എനിക്ക് വേണ്ടി എത്രത്തോളം സഹിക്കുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് സാവൂൾ ചെന്നിട്ട്, അല്ല, അനന്യാസ് ചെന്നിട്ട് സാവൂളിനോട് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഈ പറഞ്ഞ അനന്യാസ് തന്നെ മാറിയിട്ട് പറയാണ്, എൻ്റെ സഹോദരനായ സാവൂളെ, നിന്നെ കർത്താവ് അനുഗ്രഹിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു, നിനക്ക് ജ്ഞാനം നൽകാൻ എന്നെ അയച്ചിരിക്കുന്നു. ആ കർത്താവ് അരുളി ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 22:14. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഇതിലാണ് കർത്താവ് ശബ്ദമായിട്ട് നമ്മളോട് സംസാരിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുള്ള ഒരു വചനം. 22:14. അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും, നമ്പർ 1, ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ മാമ്മദീസ കൊടുത്തു കഴിഞ്ഞതോടെ സാവൂളിൻ്റെ കണ്ണ് തുറന്നു. സാവൂള് ഒരു പുതിയ ലോകം, സാവൂളിലൊരു പുതിയ മനസാക്ഷി, സാവൂളിലൊരു പുതിയ ചിന്ത, സാവൂളിൽ ഒരു പുതിയ ഫ്രീ വിൽ. പക്ഷെ ഇപ്പൊ ഫ്രീ വില്ലിൽ എന്ത് പറ്റി? ഫ്രീ വിൽ പ്രകാശിതമായിരിക്കുന്നു. എന്നിട്ട് സാവൂൾ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവർത്തനം 9:20 പറയുകയാണ്, അവൻ അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. കത്തോലിക്ക പള്ളിയിലല്ല, സിനഗോഗ്. നമ്മളെവിടെ ഈ പ്രഘോഷിക്കണേ? നമ്മൾ കത്തോലിക്ക പള്ളിയില. സാവൂൾ എവിടെ പ്രഘോഷണം തുടങ്ങിയത്? ക്രിസ്ത്യാനികളെ കൊല്ലാൻ വന്ന സാവൂള് 3 ദിവസം കഴിഞ്ഞപ്പോ ക്രിസ്തുവിനെ കൊല്ലാൻ വിധിച്ച സിനഗോഗുകളിൽ പറയാൻ തുടങ്ങി, അവൻ സത്യമായും ദൈവപുത്രൻ തന്നെയാണെന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. എന്തു പറ്റി? സാവൂളിലുണ്ടായ അടിസ്ഥാനപരമായ തിന്മയുടെ വേരോടെ പിഴുതു മാറ്റി. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് മനസാക്ഷിയുടെ വിശുദ്ധീകരണം. നമുക്കിപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഇതിലായിരിക്കാം നമ്മളിൽ ഒരു പിടഞ്ഞു കിടക്കണ ഒരു ഇത്തിക്കണ്ണി. ഇന്നലെ ഡ്രസ്സിന് ദർശനത്തിൽ കണ്ടു, ഇങ്ങനെ ശരീരത്തെ മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു ചില മരത്തിൻ്റെ കട്ടിയുള്ള തോല് പോലെ. എന്നാൽ കർത്താവ് അത് പിഴിഞ്ഞ് മാറ്റിയപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം പൊടിഞ്ഞു. എന്നാൽ ഈശോ വന്നിട്ട് ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ചപ്പോൾ ഈശോയുടെ ശരീരത്തിൽ അതെല്ലാം മാഞ്ഞു. ഇതിപ്പോൾ ഒന്ന് സംഭവിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മനസാക്ഷിയെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മനസാക്ഷിയിലും എൻ്റെ അബോധ മനസ്സിലും എൻ്റെ ഉപബോധ മനസ്സിലും എന്നിലുള്ള വരദാനങ്ങളുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കാത്ത രീതിയിൽ കെട്ടിക്കിടക്കുന്ന, അതിനെ നിർവീര്യമാക്കുന്ന എല്ലാ തിന്മയുടെയും തെറ്റായ പ്രബോധനങ്ങളുടെയും തെറ്റായ ചിന്തകളുടെയും തെറ്റായ സിദ്ധാന്തങ്ങളുടെയും കെട്ടുകൾ അഴിച്ച് എന്നെ വിമോചിപ്പിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അഗ്നിയേക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ തന്നെയുള്ള അഗ്നിയെ ജ്വലിപ്പിക്കണമേ. ഇവകളെല്ലാത്തിനെയും വിശുദ്ധീകരിക്കണമേ. എന്റെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. എന്റെ അബോധ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. എന്റെ ഉപബോധ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ.
ശലബല. എല്ലാവരും ഒന്ന് സ്തുതിച്ചോളൂ. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ്. ശലബല ഹലബല ഹലബല. ശലബല ഹലബല ഹലബല ഹലബല. ശലബല ഹലബല ഹലബല ഹലബല. വിശദീകരിക്കണമേ, 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 വിശദീകരിക്കണമേ. എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തണമേ. Come Holy Spirit, come Holy Spirit, burn in me. എന്നിൽ കത്തണമേ, burn in me, burn in me, burn in me, burn in me. ശലബല ഹലബല ഹലബല ഹലബല. ശർറ ഹലബല ഹലബല. ശർറ ഹലബല. വിശദീകരിക്കണമേ. Deliver us, Lord. Deliver us from all evil. Deliver us from all evil. ശലബല ഹലബല ഹലബല ഹലബല. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും ചില കാര്യങ്ങൾ. കാരണം അത് കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടാകാം, ചിലത് ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടാകാം, ചിലത് തെറ്റ് തിരുത്താൻ്റെ ആവശ്യമുണ്ടാകാം. അതിൻ്റെ യഥാർത്ഥ പ്രബോധനം. പെട്ടെന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാനേ, ബ്രദറെ എന്നോട് ക്ഷമിക്കണം. ഞാനതെന്താ കാര്യം പറയും, എനിക്ക് വിശുദ്ധ കുർബാനയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നിട്ട് പറയാണ്, ഞാൻ ഇന്ന് ഞാൻ കുർബാന കമ്മ്യൂണിയൻ എടുത്തിട്ട് കൺസ്യൂം ചെയ്യാതെ പുസ്തകത്തിൽ വെച്ചു. എനിക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റണില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അത് യേശുവാണ്. വിഷമിക്കണ്ട, നിങ്ങൾ ഒരു സമർപ്പിതയാണ്, കർത്താവിൻ്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. വിഷമിക്കണ്ട. അപ്പം തന്നെ ഒരു സമാധാനമായി. ഇപ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടത്? അങ്ങനെ ഇതൊക്കെ ദർശനപരത്തിൻ്റെ ഗുണമാണ്. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല, സിസ്റ്ററിനൊന്നും മനസ്സിലാവില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റർ ഒരു നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പൾ കൂടിയാണ്. പക്ഷേ ഈ സിസ്റ്ററെ ഞാൻ ദർശനത്തിൽ ഇങ്ങനെ കാണുകയാണ്, ഒരു ജൂനിയർ സിസ്റ്ററായിട്ട് ആരോടോ ആണുങ്ങൾ കുറേ പേരുടെ ചുറ്റും നിന്നിട്ട് വലിയ വാഗ്വാദം ചെയ്യുന്നതായിട്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം കാണുന്നുണ്ട്, ഇത് സിംബോളിക് ആകാം, യാഥാർത്ഥ്യമാകാം. അത് യഥാർത്ഥമാണ്. ഞാനൊരു പ്രൊട്ടസ്റ്റൻ്റ് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അവിടെ ഇവരെല്ലാവരും ചേർന്ന് എന്നെ അങ്ങ് കളിയാക്കും. ഞാൻ ഒരു കത്തോലിക്ക ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുർബാനയെക്കുറിച്ച് തർക്കിക്കും, മാതാവിനെക്കുറിച്ച് ടിപ്പിക്കൽ തർക്കിക്കും. ഞാനതിനൊക്കെ വീറോടെ എതിർത്തു. പക്ഷേ അതാണ് ദുഷ്ടനെ എതിർക്കരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരു ഫിലോസഫിക്കൽ വേർഡ് ഉണ്ട്, വാട്ട് യു റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ്. നീ എന്തിനെ എതിർക്കുന്നുവോ അത് നിന്നിൽ തന്നെ രൂഢമൂലമാകാം. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു കാര്യത്തെ കുറേ പ്രാവശ്യം എതിർക്കുമ്പോൾ അവർ പറയണത് നമ്മുടെ ഉള്ളിൽ തറച്ച് കയറിയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ആ കള വലുതായി നമ്മളെ വലിഞ്ഞു മുറുകും. അതാണിപ്പോൾ സിസ്റ്ററിന് സംഭവിച്ചേക്കണത്. ശരിക്കും ഇപ്പോൾ അവരുടെ ചിന്താഗതിയാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് ആ പോയിന്റ് ഇപ്പോൾ കാണിച്ചു തരികയാണ്. സിസ്റ്റർ എതിർക്കാൻ പാടില്ലായിരുന്നു. അവരെ പ്രൊട്ടസ്റ്റൻ്റ് എന്നുള്ളത് അവരുടെ റോളാണ്. അവർ കത്തോലിക്ക സഭ എന്ത് പറയണോ അതിനൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അവരോട് വാഗ്വാദം നടത്തിയിട്ട് കാര്യമില്ല. അവരുടെ റൂള് പ്രൊട്ടസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ വിട്ടേക്ക്.
എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. ആ മനസാക്ഷിയിൽ കടന്നുകൂടിയിരിക്കുന്ന ആ തെറ്റായ ആശയങ്ങളെ പിഴുതുമാറ്റുക പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ ഫ്രീ ആയി. ഉടനെ ഞാൻ പറഞ്ഞു കുമ്പസാരിച്ചു കഴിഞ്ഞ് പിന്നെ അന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇതെല്ലാം ഞാൻ ചില എക്സാക്റ്റ് സംഭവങ്ങൾ പറയുകയാണ്. നമ്മളിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാവുന്ന ചില പോയിന്റ്സ്. ഇത് തന്നെ ആവണമെന്നില്ല. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, ഈ പേഴ്സണൽ പേരിൽ പ്രാർത്ഥിക്കണം. എന്നിൽ എന്താണ് അങ്ങനെയുള്ളത്? അപ്പോൾ ഇന്ന് ഊണ് കഴിഞ്ഞിട്ട് അല്പസമയം നിങ്ങൾ ഇത് ഇപ്പോൾ വരദാനങ്ങളൊന്നും ശരിക്കും വർക്ക് ചെയ്യണില്ല എന്ന് തോന്നുന്നുള്ളവർ കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ പുറത്തോ ഗാർഡനിലോ അല്ലെങ്കിൽ ഈശോൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ മനസാക്ഷിയിൽ, എൻ്റെ അബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എന്താണ് ആ ഒരു സുന, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ ബോധ്യം, ആ ഒരു പാഴ്വചനം, ആ ഒരു എന്താണ് ചെടി, ആ ഒരു എന്താ അതിനെ പിഴുതു മാറ്റണേ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ഭക്ഷണം കഴിച്ച് വേഗം വന്നിട്ട് നമ്മൾക്ക് ഇനി അടുത്ത വർക്ക്ഷോപ്പിലേക്ക് കയറാം. അപ്പോൾ വർക്ക്ഷോപ്പിന് മുമ്പ് ഞാൻ ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ തന്നിട്ട് നമുക്ക് വീണ്ടും ഗ്രൂപ്പ് ഷഫിൾ ചെയ്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് കയറണം. അപ്പോൾ ഇപ്പം നിങ്ങൾ അധികം സംസാരിക്കാതെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ചില ഭാഗമൊന്നും നോക്കിയോളും. ഭക്ഷണം കഴിച്ചിട്ടൊരല്പസമയം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ.